നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ ആദ്യം തന്നെ കണ്ടു നോക്കാം. നിനക്ക് യാതൊരു പോലീസ് സംരക്ഷണം കിട്ടിയാലും നീ നോക്കിക്കോ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണകക്ഷിയായ BJP സ്പോൺസർ ചെയ്ത അക്രമ പരമ്പരയാണിപ്പോൾ നമ്മൾ കണ്ടത്. BJP ഭരിക്കുന്ന കേരളത്തിലെ ഏക കോർപ്പറേഷനാണ് തിരുവനന്തപുരം. പഠിച്ചതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് തോന്നിപ്പിക്കുന്ന വിധമാണ് ആക്രമണം. എല്ലാവരെയും വെല്ലുവിളിച്ച് നടക്കുന്ന, സ്ത്രീകളെ വരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു കൗൺസിലറെ നമ്മളതിൽ ശ്രദ്ധിച്ചു കാണും. BJP നേതാവ് ചെമ്പഴന്തി ഉദയനാണത്. വെറും കൗൺസിലറല്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ആ വിദ്വാൻ. ഒരു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റെല്ലാവരുടെയും അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. BJPയുടെ ഒരു കൗൺസിലർ ജയിലിൽ കിടക്കുന്നത് കാപ്പ ചുമത്തിയതിൻ്റെ പേരിലാണ്. അതായത് നഗരത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയാണ് BJPയുടെ കൗൺസിലർ എന്നർത്ഥം. അകത്തായ ആ കൗൺസിലർക്ക് സമാനമാണ് ബാക്കിയുള്ളവരും എന്നുള്ളതിൽ ഈ വീഡിയോ കാണുമ്പോൾ ഒരു സംശയവും വരാനില്ല. വനിതാ കൗൺസിലർമാരെ എല്ലാം പച്ചയായി മർദ്ദിക്കുകയാണിവർ. അടുത്ത കാലത്താണ് നമ്മൾ തൃശ്ശൂരിലെ ഒരു BJP ജില്ലാ അധ്യക്ഷൻ്റെ കഥ വായിച്ചത്. അതായത് ഭാര്യയെ വീട്ടിൽ വെച്ച് മർദ്ദിച്ച കേസിൽപ്പെട്ട് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഒരു ജില്ലാ പ്രസിഡന്റാണ് BJPക്ക് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ശീലിച്ചവർക്ക് സ്ത്രീകളെ മർദ്ദിക്കുന്നത് പുതിയ ഒരു അനുഭവമൊന്നും ആയിരിക്കില്ല. പക്ഷേ സ്ത്രീകൾക്ക് വില നൽകുന്ന, മാന്യത നൽകുന്ന വലിയൊരു സമൂഹമാണ് കേരളത്തിൻ്റേത്. സ്ത്രീകൾക്ക് അവർ നൽകുന്ന മര്യാദ ഇതായിരിക്കുമെന്ന് BJPയെ നോക്കി നമുക്ക് പറയാം. അതുപോലെ UDFൻ്റെ സഭാകക്ഷി നേതാവ് KS ശബരിനാഥനെ എല്ലാവർക്കും അറിയാം. ആ ശബരിനാഥനെ വഴിനടക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇതേ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുന്നത്. മുൻ MLA ആണ് ശബരിനാഥൻ. അതുപോലെ മുൻ മന്ത്രി, തിരുവനന്തപുരക്കാരുടെ പ്രിയപ്പെട്ട GK എന്ന G കാർത്തികേയൻ്റെ മകനാണ് ശബരിനാഥൻ. ആ ശബരിനാഥനെയാണ് പോലീസിന് കാവൽ നിന്നാലും കാവൽ കിടന്നാലും ഞങ്ങൾ നിന്നെ നടക്കാൻ വിടില്ല എന്ന് ശബരിനാഥനെ നോക്കി ഈ കൗൺസിലർ പറയുന്നത്. അപ്പോൾ ഈ കൗൺസിലർമാരെ കാപ്പ ചുമത്തുന്നതിന് മുൻപ് മാനസിക രോഗ ആശുപത്രിയിൽ ചികിത്സിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിപ്പോകും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. ഏതായാലും കോർപ്പറേഷൻ ഓഫീസിലെ കൗൺസിൽ ഹാളിൽ UDFൻ്റെ വനിതാ കൗൺസിലർമാരെ മർദ്ദിച്ച 4 BJP കൗൺസിലർമാർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. BJP കൗൺസിലർമാരായ ഈ പറഞ്ഞ ചെമ്പഴന്തി ഉദയൻ, അതുപോലെ ഗിരി, രതീഷ്, പാപ്പനംകോട് സജി എന്നിവർക്കെതിരെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. UDFൻ്റെ വനിതാ കൗൺസിലർമാരായ ഷെർലി, അനിത അലക്സ് എന്നിവരെയാണ് BJPയുടെ ഗുണ്ടകളായ കൗൺസിലർമാർ മർദ്ദിച്ചവശയാക്കി വിട്ടത്. അതായത് അതിൽ ചെമ്പഴന്തി ഉദയനാണ് ഗുണ്ടകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അഴിഞ്ഞാടിയത്. കൗൺസിൽ യോഗത്തിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടാൻ തുടങ്ങിയ അംഗമായ ഷെർലിയെയും മറ്റു വനിതാ കൗൺസിലർമാരെയും ഈ പ്രതികൾ തടഞ്ഞുവെക്കുകയും അടിച്ച് പരിക്കേൽപ്പിക്കുകയുമാണ് ചെയ്തത്. ഒന്നാം പ്രതിയായ ചെമ്പഴന്തി ഉദയൻ വനിതാംഗങ്ങളായ ഷെർലിയെയും അനിത അലക്സിനെയും മറ്റ് കൗൺസിലർമാരെയും കൈകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ വരെ ഇതിൽ കാണാം. ഷെർലിയുടെ കഴുത്തിന് പിറകിൽ ഇയാൾ ബലമായി അടിച്ച് വേദനിപ്പിച്ചതായും FIRൽ പറയുന്നു. അതുപോലെ മുഖത്ത് ചൂടുവെള്ളം ഒഴിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. BJP കൗൺസിലർമാരായ ഗിരി, രതീഷ്, പാപ്പനംകോട് സജി എന്നിവർ വനിതാ കൗൺസിലർമാരെ ദേഹോദ്രവം ഏൽപ്പിക്കാൻ പരസ്പരം ഒത്താശ ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മർദ്ദനമേറ്റതിനെ തുടർന്ന് പരിക്കുകളോടെ UDF കൗൺസിലർ, വനിതാ കൗൺസിലറായ ഷെർലിയെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഈ അംഗത്തിൽ നിന്നും മ്യൂസിയം പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുപ്രകാരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ അനു S നായർക്കാണ് ഈ കേസിൻ്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അതായത് ഈ പ്രാന്തൻ നായക്ക് എന്ത് ഹെഡ് മാസ്റ്റർ എന്ന് ചോദിക്കുന്ന ചില നാടുണ്ട് കേരളത്തിൽ. അതുപോലെയാണ് ഈ കഥ. ഗുണ്ടകളെ പിടിച്ച് കൗൺസിലറാക്കിയാൽ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരും.
കൗൺസിൽ യോഗം നടന്നില്ല എന്നും അതുകൊണ്ട് സുഗുണൻ എന്ന ജയിലിലുള്ള ഗുണ്ടാ കൗൺസിലർ അയോഗ്യനാകില്ല എന്നും വരുത്തി തീർക്കണമെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ആരും ഒപ്പിടാൻ പാടില്ല. അങ്ങനെ ഒപ്പിട്ടാൽ ഇനി സ്ത്രീയാണെന്ന് നോക്കില്ല, ഇത് ഗുണ്ടകളാണ്, അവർ അടിക്കുക തന്നെ ചെയ്യും. അതാണ് കോർപ്പറേഷനിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഇവരെ ഏത് രീതിയിൽ പോലീസ് കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം. ഏതായാലും ഈ വീഡിയോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു.